ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് എൻ്റെ അടുത്തുള്ള ഏകദേശം ഒരു 10-20 വർഷം പഴക്കമുള്ള അഡീനിയം പ്ലാന്റ് ആണിത്. കോംപ്ലിമെന്റ് ആണ്, സിംഗിൾ പെറ്റല് ആണ് ഇതുള്ളത്. അപ്പൊ ഇതിന് നമ്മളിപ്പോ ഇതുപോലെ ഇതിന്റെ കടക്സ് ഒക്കെ അത്യാവശ്യം നല്ല ഭംഗിയില് അത്യാവശ്യം നല്ല വലുപ്പത്തിലുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ബോൺസായി ലുക്കിലാക്കി എടുക്കുക എന്നുള്ളൊരു ഐഡിയ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതിപ്പോ ഇങ്ങനെ ഇതിന്റെ സ്റ്റെമ്പെല്ലാം മേലെ മുകളിലോട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇതിനെ നമ്മള് ഒരു ഷേപ്പ് വരുത്തുക, കമ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ വയറിങ് ചെയ്ത് ഇങ്ങനത്തെ കോപ്പറിന്റെ കമ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ വയറിങ് ചെയ്ത് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാനുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ബ്രാഞ്ചിന് നമ്മൾ കമ്പി കൊടുത്തിട്ട് നമ്മൾ അതിനെ ഷേപ്പ് ആക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു 2 mm തിക്നെസ് ഉള്ള കോപ്പറിന്റെ കേബിളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ കമ്പനിയും നമ്മൾ ഷേപ്പ് ആക്കുന്ന ഒരു രീതി നമ്മൾ എങ്ങനെയാണുള്ളത് നമുക്ക് നോക്കാം. ഇതിന്റെ അടിയന്തര കമ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് വെല്ല പിടിച്ചു കൊടുത്താൽ തന്നെ അത് വളഞ്ഞു കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ മുകൾ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് ആക്കുന്നത്.
അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇതിൻ്റെ കമ്പുകളെല്ലാം പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലേ നമുക്ക് അതിനെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളിതിനെ നല്ല രീതിയിൽ തന്നെ ഒരു മൊത്തത്തിൽ ഒരു ആർട്ട് പ്രൂണിങ് തന്നെ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ലീഫുകളും നമ്മൾ പറിച്ച് കളയണം. എല്ലാ ലീഫും നമ്മൾ ഇതുപോലെ കളഞ്ഞു കൊടുക്കണം. എങ്കിലേ നമ്മൾ ആ വളർച്ച അതിൻ്റെ പുതിയ കമ്പുകൾക്ക് വളർച്ച കിട്ടുള്ളൂ. ലീഫിലേക്ക് വളർച്ച പോവാതെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത ഭാഗത്തുള്ള പുതിയ മുകുളങ്ങൾ വരാൻ വേണ്ടിയിട്ട് വളർച്ച അതിലേക്ക് വരാനുള്ള ഒരു സഹായമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ലീഫുകളെല്ലാം തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തുള്ള ആ ഒരു ദ്രാവകം നമ്മൾ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ തുടച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ സാഫ് തേച്ച് കൊടുക്കണം. ഫംഗൽ ബാധ അതുപോലെ അണുബാധ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ നമുക്ക് അവിടെ ചെയ്തു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതിനൊരു ഷേപ്പ് മാറ്റം വന്നിട്ടുണ്ട്. ഇതിനൊരു മുകൾ ഭാഗം കൊണ്ട് കുറച്ച് ആ കമ്പുകളെല്ലാം തന്നെ കൂടിയായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ ഇത് ഒന്നുകൂടെ അകലത്തിൽ വെച്ചതുകൊണ്ട് ഇനി ബ്രാഞ്ചുകൾ പുതിയതായിട്ട് വരുമ്പോൾ ഇതിനൊരു തിക്നെസ് തോന്നിക്കും. അതുപോലെ തന്നെ ഒരു അംബ്രല്ല ഷേപ്പിൽ ഇതിൻ്റെ ഒരു രൂപം മാറ്റപ്പെടും. ആ ഒരു രീതിയിൽ ഇനി ഫ്ലവറൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. കയ്യിലുള്ള അടീനത്തിനൊക്കെ ഇതുപോലെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ ഈ പ്ലാന്റിനെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ വെക്കുക. അപ്പോൾ പുതിയ മുകുളങ്ങളൊക്കെ വരും. ആ സമയത്ത് നമുക്ക് ഇതിൽ പുതിയ ഫ്ലവറൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇത് ഏകദേശം ഒരു 15-20 ദിവസത്തിന് ശേഷമുള്ള കാഴ്ചയാണ്. പുതിയ തളിർപ്പുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.